വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെ ജീവചരിത്രവും അർത്തുങ്കൽ പള്ളിചരിത്രവും പറഞ്ഞുള്ള മനോഹരമായ പ്രസംഗം. അവർക്ക് താങ്ങും തണലുമാകുവാനായി അവരെ നേരിടുന്ന പകർച്ചവ്യാധികളിൽ നിന്നൊക്കെ വിടുതൽ ലഭിക്കുന്നതിനായി വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെ മാധ്യസ്ഥം അപേക്ഷിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ്. ഈ കുരിശടിയും ഇവിടെ സ്ഥാപിതമാകുമ്പോൾ നമ്മുടെ പൂർവപിതാക്കന്മാർ ചിന്തിച്ചിട്ടുണ്ടാവുക, ഈ കുരിശടി എല്ലാവർക്കും പകർച്ചവ്യാധികളിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നതിനുള്ള ഒരു അഭയകേന്ദ്രമായി മാറണം. ഈ പ്രദേശം വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെ മാധ്യസ്ഥത്താൽ ദൈവാനുഗ്രഹപ്രദമായി മാറണം എന്നുള്ളത് തന്നെയാണ്. വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെ ജീവിതം ആരംഭിക്കുന്നത് ഫ്രാൻസിലാണ്. ഫ്രാൻസിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ചുവെങ്കിലും മാതാപിതാക്കന്മാരും സെബാസ്റ്റ്യാനോസും ഇറ്റലിയിലെ മിലാനിൽ വന്ന് താമസിക്കുകയും അവിടെ കുടിയേറ്റക്കാരായി ആ കാലഘട്ടം എന്ന് പറയുമ്പോൾ 3-ാം നൂറ്റാണ്ടാണ്. വിശുദ്ധ ഗീവർഗീസ് സഹത ജീവിച്ച ഏതാണ്ട് അതേ കാലഘട്ടത്തിലാണ് വിശുദ്ധ സെബാസ്റ്റ്യാനോസും ജീവിക്കുവാൻ ഇടയായി. അങ്ങനെ മിലാനിൽ വളർന്ന് വന്ന സെബാസ്റ്റ്യാനോസ് സൈനിക സേവനത്തിനായി ഇറങ്ങിത്തിരിക്കുകയും രാജാവിന്റെ പ്രഗത്ഭനായ ഒരു സൈന്യാധിപനായി മാറുകയും ചെയ്തു. അങ്ങനെ സൈനിക സേവനം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് തന്റെ കുടുംബത്തിൽ നിന്ന് പകർന്നു കിട്ടിയ ക്രിസ്തീയ വിശ്വാസം മുറുകെ പിടിക്കുവാനും ആ വിശ്വാസത്തിൽ വളരുവാനുമുള്ള ധാരാളം അവസരങ്ങൾ ഉണ്ടാവുകയുണ്ട്. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടറിവുണ്ടാവും. വളരെ നിഷ്ഠൂരമായ നടപടികളിലൂടെ മതമർദ്ദനം നടത്തി ക്രൈസ്തവരെ പീഡിപ്പിച്ച് കൊന്ന റോമൻ ചക്രവർത്തിയാണ് ഡയോക്ലീഷ്യൻ. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് തന്നെയാണ് വിശുദ്ധ ഗീവർഗീസ് സഹതായും രക്തസാക്ഷിയായി മാറിയത്. ഒരു നാട്ടുരാജാവിന്റെ സൈനിക സേവകനായി സൈന്യാധിപനായി ഒക്കെ ശുശ്രൂഷ ചെയ്ത പ്രഗത്ഭനായ വിശുദ്ധ സെബാസ്റ്റ്യാനോസിനെ ഡയോക്ലീഷ്യൻ ചക്രവർത്തി യുദ്ധത്തിന്റെ അവസാനം പിടിച്ചുകൊണ്ടുപോവുകയും എന്നാൽ അദ്ദേഹത്തിന്റെ സൈനിക നടപടികളിലുള്ള പ്രാവീണ്യവും അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തിയും ആരോഗ്യവും ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കീഴിൽ സൈന്യത്തിന്റെ ചുമതല വഹിക്കുന്ന ഉന്നതമായ ഒരു തലത്തിലേക്ക് വിശുദ്ധ സെബാസ്റ്റ്യാനോസിന് പ്രതിഷ്ഠിക്കപ്പെടാൻ അവസരം നൽകി. അപ്പോൾ ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കീഴിൽ സൈനിക സേവനം നടത്തി സൈന്യത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന സൈന്യാധിപൻ തന്നെ ചക്രവർത്തിയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ രാജ്യത്തിന്റെ നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ള അറിവ് ഡയോക്ലീഷ്യൻ ചക്രവർത്തിക്കുണ്ടായി. എന്താണ് രാജ്യത്തിന്റെ ഇഷ്ടത്തിനും ചക്രവർത്തിയുടെ ആഗ്രഹത്തിനും വിരുദ്ധമായിട്ടുള്ള ആ പ്രവൃത്തി? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് തന്റെ സൈന്യാധിപൻ എന്ന് ഡയോക്ലീഷ്യൻ അറിഞ്ഞു. അത് രാജ്യത്തിന്റെയും ചക്രവർത്തിയുടെയും അഭീഷ്ടങ്ങൾക്ക് വിരുദ്ധമാണ്. കാരണം റോമ നിയമമനുസരിച്ച് റോമിന്റെ ഭരണാധികാരിയായ ചക്രവർത്തി തന്നെയാണ് ആ സാമ്രാജ്യത്തിന്റെ ദൈവവും. അങ്ങനെയുള്ള ഒരു സാമ്രാജ്യത്തിന്റെ ദൈവമായി തന്നെ അംഗീകരിക്കാത്ത, രാജ്യത്തിന്റെ ദൈവമായി തന്നെ അംഗീകരിക്കാതെ തന്റെ സൈന്യാധിപനായി സെബാസ്റ്റ്യാനോസ് തുടരുന്നു എന്നുള്ളത് വളരെയേറെ അസ്വസ്ഥത ഡയോക്ലീഷ്യൻ ചക്രവർത്തിക്കുണ്ടാക്കി. അദ്ദേഹം സെബാസ്റ്റ്യാനോസിനോട് വിവിധ
അവസരങ്ങളിൽ ചർച്ചകൾ നടത്തി, ഭീഷണികൾ നടത്തി, അതുപോലെ അദ്ദേഹത്തെ അനേകം സുന്ദരമായ വാഗ്ദാനങ്ങൾ നൽകി പ്രലോഭിപ്പിച്ചു. പക്ഷേ തന്റെ കുടുംബത്തിൽ നിന്ന് പൈതൃകമായി തനിക്ക് ലഭിച്ച വിശ്വാസം, യേശുക്രിസ്തുവിലുള്ള അചഞ്ചലമായ വിശ്വാസം വിട്ട് സൈനിക സേവനത്തിന്റെയോ അല്ലെങ്കിൽ ചക്രവർത്തി നൽകുന്ന വലിയ ബഹുമതികളുടെയോ ഒന്നും പിന്നാലെ പോകുവാൻ സെബസ്ത്യാനോസ് കൂട്ടാക്കിയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കടുത്ത നടപടികളിലേക്ക് കടക്കുവാനായി ഡയോക്ലീഷ്യൻ ചക്രവർത്തി തീരുമാനിച്ചു. തന്റെ സൈന്യത്തിലെ മറ്റ് പ്രഗത്ഭന്മാരെ വിളിച്ച് സെബസ്ത്യാനോസിനെ അമ്പെയ്ത് കൊല്ലുന്നതിനായി കൽപ്പന പുറപ്പെടുവിച്ചു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഛായാചിത്രത്തിലും അതുപോലെ തിരുസ്വരൂപത്തിലും ഒരു മരത്തിന്റെ മേൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധന്റെ ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സെബസ്ത്യാനോസിനെ സൈന്യം പിടിച്ചുകെട്ടി ഒരു മരത്തിൽ ബന്ധിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ നേർക്ക് നിരവധി അമ്പുകൾ എയ്യുകയും അങ്ങനെ അദ്ദേഹം മരിച്ചു കാണുമെന്ന് കരുതി അവിടെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്യും. അമ്പേറ്റ് അവശനിലയിലായി രക്തം വാർന്നൊഴുകിയ സെബസ്ത്യാനോസ് ആ മരത്തിൽ ബന്ധിതനായി കിടക്കുമ്പോൾ അവിടെ കടന്നുവന്ന ഐറിൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഈ മനുഷ്യൻ ഇപ്പോഴും മരിച്ചിട്ടില്ല എന്ന് കാണുകയാണ്. അവനെ കൊണ്ടുപോയി ശുശ്രൂഷിച്ച് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. വളരെയേറെ അവശനായ സെബസ്ത്യാനോസിനെ ശുശ്രൂഷിച്ച ഐറിൻ അദ്ദേഹത്തിന്റെ ജീവനും ജീവിതവും സംരക്ഷിക്കുകയും പൂർണ്ണ ആരോഗ്യവാനായി അദ്ദേഹം തുടർന്ന് തന്റെ ജീവിതം നയിക്കുകയും ചെയ്യും. വീണ്ടും ഡയോക്ലീഷ്യൻ ചക്രവർത്തി ഈ വിവരം അറിയുകയും തന്റെ സൈന്യം സെബസ്ത്യാനോസിനെ വധിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുകയും ചെയ്തപ്പോൾ വേറൊരു വിഭാഗം സൈന്യത്തെ ഗദ കൊണ്ട് അടിച്ച് സെബസ്ത്യാനോസിനെ വധിക്കുവാൻ കൽപ്പന പുറപ്പെടുവിച്ചു. അങ്ങനെ സൈന്യം സെബസ്ത്യാനോസിനെ വീണ്ടും ബന്ധനസ്ഥനാക്കുകയും അദ്ദേഹത്തെ ഗദ കൊണ്ടടിച്ച് ഒരു അഴുക്കുചാലിൽ ഉപേക്ഷിച്ച് കളയുകയും ചെയ്തു. ആ അഴുക്കുചാലിൽ കിടന്ന് പ്രാണൻ വെടിഞ്ഞ സെബസ്ത്യാനോസിനെ ലുസീന എന്ന് പറയുന്ന ഒരു സ്ത്രീ മാന്യമായി ക്രിസ്തീയമായ രീതിയിൽ തന്നെ സംസ്കരിച്ചു. അദ്ദേഹത്തിന്റെ സംസ്കാരശേഷം ആളുകൾ, വിശ്വാസികൾ അദ്ദേഹത്തിന്റെ കബറിടത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് പതിവായി. അദ്ദേഹത്തിന്റെ വിശുദ്ധിയുടെ പരിമളം ആ പ്രദേശത്തെങ്ങും പരന്നു. ആ കബറിങ്കിലേക്ക്, ആ കബറിടം സ്ഥിതി ചെയ്യുന്ന ദേവാലയത്തിലേക്കും ദേവാലയ പരിസരത്തേക്കും ആളുകൾ വിശ്വാസപൂർവം ഓടിയെത്തുവാനായി ആരംഭിച്ചു. വിശുദ്ധ സെബസ്ത്യാനോസ് ഒരു വിശുദ്ധൻ എന്ന നിലയിൽ തന്റെ വിശുദ്ധിയുടെ പരിമളം പരത്തിക്കൊണ്ട് പ്രത്യേകിച്ചും പകർച്ചവ്യാധികൾ നേരിട്ടിരുന്ന ഒരു കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് സമാശ്വാസമായി തീർന്നു. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ പ്രാർത്ഥന ദൈവം ശ്രവിച്ചു. അനേകർ രോഗങ്ങളിൽ നിന്നും പീഡകളിൽ നിന്നുമൊക്കെ വിമുക്തരായി. ഈ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുസ്വരൂപം പിന്നീട് യൂറോപ്യന്മാർ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ദർശനത്തിനായി തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് വരുമ്പോൾ കൊച്ചിക്കടുത്ത് കപ്പൽ മുങ്ങുകയും അവിടെ നിന്ന് ആ തിരുസ്വരൂപം ആർത്തുങ്കൽ പള്ളിയിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. തുടർന്ന് അവിടെയുള്ള മുക്കുവരായിട്ടുള്ള ആളുകളൊക്കെ അതീവ വിശ്വാസത്തോടുകൂടി അവിടെ ഒരു ചാപ്പൽ ഉണ്ടാക്കുകയും ആ ദേവാലയം ഇന്ന്
വെളുത്തച്ഛന്റെ ദേവാലയം എന്ന് അറിയപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്താണ് വെളുത്തച്ഛൻ എന്ന് പറയുന്നത്? അദ്ദേഹം ഒരു യൂറോപ്യൻ ആയതുകൊണ്ട് വെളുത്ത വിശുദ്ധൻ എന്ന് അന്നാട്ടുകാർ വിളിക്കുകയും ആർത്തുങ്കൽ പള്ളിയിൽ അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പും അതുപോലെ അദ്ദേഹത്തിന്റെ തിരുസ്വരൂപവും വണങ്ങുന്നതിനും ഇടയായി. നമ്മുടെ കൊച്ചു കേരളത്തിൽ ആർത്തുങ്കൽ പള്ളി വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥത്തിന്റെ ഏറ്റവും കേന്ദ്രമായി നിലകൊള്ളുകയാണ്. അവിടെ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആലപ്പുഴ പ്രദേശത്തും ഒരു ദേവാലയം ഇന്ന് വളർന്നു വരികയും വളരെ പ്രത്യേകമായി ഹൈന്ദവരായിട്ടുള്ള വിശ്വാസികൾ ക്രൈസ്തവരോട് ചേർന്ന് ആ ദേവാലയത്തിലെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നു. ഇപ്പോൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശുദ്ധ സെബസ്ത്യാനോസ് വളരെ ആദരവോടുകൂടി വണങ്ങപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും അദ്ദേഹത്തിന്റെ മാധ്യസ്ഥം അനേകായിരങ്ങൾക്ക് അനുഗ്രഹമായി തീരുകയും ചെയ്യുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞത്. 2 തവണ മരണത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ വളരെ പ്രത്യേകമായി അമ്പേറ്റ് അവശനിലയിലായി മരണത്തെ മുഖാമുഖം കണ്ട സെബസ്ത്യാനോസ് എന്തുകൊണ്ടാണ് വീണ്ടും ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ മുൻപിലേക്ക് നയിക്കപ്പെടുവാനും തന്റെ വിശ്വാസം വീണ്ടും പ്രഖ്യാപിച്ച് ഗത കൊണ്ടുള്ള മരണത്തിന് തന്നെ ഏൽപ്പിക്കുവാനും ഇടയായി. ഒരിക്കൽ മരണവക്രത്തിൽ പെട്ടിട്ടുള്ള മനുഷ്യൻ പിന്നീട് മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓടി അകലുവാനാണ് സാധ്യത. മരണത്തെ മുഖാമുഖം കണ്ട് കഠിനമായ പീഡകൾ ഏറ്റുവാങ്ങിയ സെബസ്ത്യാനോസിനെ ഐറിൻ ശുശ്രൂഷിച്ച് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന് പൂർണ്ണ ആരോഗ്യവാനായി അദ്ദേഹം ഡയോക്ലീഷ്യന്റെ മുൻപിൽ എത്തിയപ്പോൾ അദ്ദേഹത്തോട് വീണ്ടും ചോദിച്ചിരിക്കാം, നീ ഇപ്പോഴും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടോ, അതോ ചക്രവർത്തിയായ എനിക്ക് വിധേയത്വം പ്രഖ്യാപിച്ചുകൊണ്ട് എന്നെ ഈ രാജ്യത്തിന്റെ ദൈവമായി അംഗീകരിച്ച് തുടർന്നും സൈനിക സേവനം നിർവഹിച്ചുകൊണ്ടും അതുപോലെ ബഹുമതികൾ സ്വീകരിച്ചുകൊണ്ടും ജീവിക്കുവാൻ തയ്യാറാകുന്നു? ആ ചോദ്യത്തിന്റെയും പ്രലോഭനത്തിന്റെയും ഒന്നും മുന്നിൽ പതറാതെ യേശുക്രിസ്തുവിൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ, അവൻ മാത്രമാണ് ലോകത്തിന്റെ ഏക രക്ഷിതാവ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചപ്പോൾ വീണ്ടും മരണത്തിനെ ഏൽപ്പിക്കപ്പെടുകയും ആ മരണത്തിന്റെ കാസ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാൻ വിശുദ്ധ സെബസ്ത്യാനോസിന് സാധ്യമായതും എന്തുകൊണ്ടാണ്? ഒരേ ഒരു ഉത്തരമേ അതിനുള്ളൂ. ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കളെക്കാളും, ഈ ലോകത്തിലെ എല്ലാ വ്യക്തികളെക്കാളും, ഈ ലോകത്തിലെ എല്ലാ ബഹുമതികളെക്കാളും ഉപരിയായി സെബസ്ത്യാനോസ് യേശുക്രിസ്തുവിനെ സ്നേഹിച്ചു എന്നുള്ളതാണ്. തന്റെ ജീവിതത്തിൽ ദൈവമായി ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ച് തന്റെ ജീവൻ നിത്യതയിൽ കണ്ടെത്തുവാനാണ് വിശുദ്ധ സെബസ്ത്യാനോസ് തന്റെ ജീവിതം സമർപ്പിച്ചത്. എത്രയോ കഠിനമായിട്ടുള്ള ഒരു വഴിത്താരയിലൂടെയാണ് വിശുദ്ധ സെബസ്ത്യാനോസ് കടന്നുപോയിട്ടുണ്ടാവുക. ലോകത്തിൽ ഒരു ക്രിസ്തീയ വിശ്വാസിയായി ജീവിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായും അത്ര ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമല്ല. എന്നാൽ പ്രതിസന്ധികൾ നേരിടുന്ന കാലഘട്ടത്തിൽ, പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളിൽ വിശ്വാസം ഏറ്റുപറഞ്ഞ് ജീവിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസം മാറ്റുരയ്ക്കപ്പെട്ട് നോക്കുന്ന സന്ദർഭമാണ്. നമ്മുടെ ഏത് മതവിശ്വാസിയായാലും ഈശ്വര വിശ്വാസത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുകയും ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്ന സംഗതികൾ കടന്നു വരികയും ചെയ്യുമ്പോൾ ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും മൂല്യവത്തായിട്ടുള്ള ജീവിതം നയിക്കുവാനും നമുക്ക് സാധ്യമാകണമെങ്കിൽ
നമ്മിൽ ഒരു ഉറച്ച തീരുമാനം രൂപപ്പെടേണ്ടതായിട്ടുണ്ട്. അത് എന്നെ കൊന്നാലും എനിക്ക് ഏതു തരത്തിലുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നാലും ഞാൻ ദൈവവിശ്വാസത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയില്ല, ഞാൻ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയില്ല എന്നുള്ള ഉറച്ച തീരുമാനം തന്നെയാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ സെബസ്ത്യാനോസ് നമുക്ക് മാതൃകയാകുന്നത് ഇപ്രകാരമാണ്. ഏത് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നാലും, ഏത് പ്രതികൂലമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളെ നേരിടേണ്ടി വന്നാലും നാം പതറുകയില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനം നമുക്ക് ആവശ്യമാണ്. രക്തസാക്ഷികളുടെ നിണം വീണ് കുതിർന്ന മണ്ണിലാണ് ക്രിസ്തീയ വിശ്വാസവും ദൈവവിശ്വാസവും ഊട്ടിയുറപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു ഫ്രീ ഗിഫ്റ്റായിട്ട് ആർക്കും കിട്ടുന്നതല്ല ക്രിസ്തീയ വിശ്വാസമോ അല്ലെങ്കിൽ ദൈവവിശ്വാസമോ. ആരും വെറുതെ കൊണ്ട് തരുന്നതല്ല. നമ്മുടെ പൂർവികർ വളരെയേറെ വില കൊടുത്ത് സംരക്ഷിച്ച ഒന്നാണ് ദൈവവിശ്വാസവും ക്രിസ്തീയ വിശ്വാസവും. അപ്പോൾ അതിനുവേണ്ടി രക്തച്ചൊരിച്ചിൽ നടത്തിയിട്ടുള്ള പൂർവ്വപിതാക്കന്മാർ നമുക്കുണ്ട്. നമ്മുടെ വിശ്വാസം സംരക്ഷിക്കുവാൻ വേണ്ടി അഹോരാത്രം യത്നിച്ചിട്ടുള്ള, ജീവൻ വരെ ബലിയർപ്പിച്ചിട്ടുള്ള ഒരു പൂർവികരുടെ നിര നമുക്കുണ്ട്. അവരുടെ മാതൃകയാണ് നമുക്ക് സ്വീകരിക്കുവാനായിട്ടുള്ളത്. നമ്മുടെ ഈ കുടിയേറ്റ പ്രദേശത്ത് കടന്നു വന്ന നമ്മുടെ പൂർവികർ ഒരേത് മതസ്ഥരായിക്കൊള്ളട്ടെ, ഏത് വിഭാഗത്തിൽപ്പെടുന്ന ക്രൈസ്തവരായിക്കൊള്ളട്ടെ, ആരും ഈ ക്രിസ്തീയ വിശ്വാസം അല്ലെങ്കിൽ ദൈവവിശ്വാസം വെറുതെ സ്വീകരിച്ചവരല്ല. അവരുടെ ഈ പ്രദേശത്തുള്ള ത്യാഗപൂർണമായ ജീവിതത്തിന് മുതൽക്കൂട്ടായി സ്വീകരിച്ചതും അവരുടെ പിതാക്കന്മാരിൽ നിന്ന് സ്വീകരിച്ച ആ വിശ്വാസം ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വീകരിച്ചവരുമാണ്. അപ്പോൾ ആ മൂല്യം നമുക്കും അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ ഈ പ്രദേശത്ത് നല്ല ഒരു സാക്ഷ്യം നൽകിക്കൊണ്ട് ജീവിക്കുവാൻ, അത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ക്രിസ്തീയ സാക്ഷ്യം നൽകിക്കൊണ്ട് കടന്നു പോകുവാൻ, മറ്റിതര മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭൗതികവാദം വളർന്നു വരുന്ന, നിരീശ്വരവാദം വളർന്നു വരുന്ന, ജീവിതത്തിൽ സുഖ ലാഭേച്ഛകൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സംസ്കാരം വളർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈ പ്രദേശത്ത് ഈശ്വരവിശ്വാസത്തിന്, ദൈവവിശ്വാസത്തിന് ഇന്നും വളരെയേറെ പ്രാധാന്യമുണ്ട് എന്ന് പ്രഖ്യാപിക്കുവാൻ കഴിയുന്ന ദൈവവിശ്വാസികളായി പുനഃപ്രതിഷ്ഠിക്കുവാൻ, സമർപ്പിക്കുവാൻ നമുക്ക് സാധ്യമാകേണ്ടതായിട്ടുണ്ട്.